നമസ്തേ, ഞാൻ അരിപ്പാട് KS പണിക്കർ. ഈ വീഡിയോ ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത് ചിരകാലമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളാണ്. ഞാൻ പലരിൽ നിന്നും, പല ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്നും, അത് ആത്മീയ തലത്തിൽ ഉയർന്ന വ്യക്തികൾ, അവരുടെ സത്സംഗ് അതുപോലെ പ്രഭാഷണങ്ങളിൽ നിന്നും കേൾക്കാനിടയായ ഒരു പ്രത്യേക വിഷയമാണിത്. പക്ഷെ അവരോട് ആരും ചോദിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് പറഞ്ഞുതരാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ബുക്കുകളിൽ, ചില പുസ്തകങ്ങളിൽ നിന്നും, നിഗൂഢ ശാസ്ത്രങ്ങളിൽ നിന്നും കിട്ടിയ അറിവും അതുപോലെ എന്റെ ആത്മീയ യാത്രയിൽ, അല്ലെങ്കിൽ എന്റെ ആത്മാവിന്റെ തലങ്ങളുടെ മെഡിറ്റേഷനിൽ കൂടി ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. ഇവിടെ ചോദ്യങ്ങളുണ്ട്. കമന്റിൽ വരുന്ന ആരെങ്കിലും കമന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഉത്തരം, ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ റെഫറൻസ് അനുസരിച്ചുള്ള ഉത്തരം മാത്രമേ തരാൻ സാധിക്കത്തുള്ളൂ. എത്രമാത്രം അതിനകത്ത് സത്യസന്ധതയുള്ളത്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പക്ഷെ എല്ലാം ഒന്നും എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ജന്മത്തെ സാധിച്ചിട്ടില്ലെങ്കിലും അടുത്ത ജന്മത്തെങ്കിലും അതിന് സാധിക്കാൻ ഇടവരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. വിഷയം എന്ന് പറയുന്നത്, ഒരു മരണശേഷം ആത്മാവിന് സഞ്ചരിക്കേണ്ട 18 മണ്ഡലങ്ങളെക്കുറിച്ച് പലയിടത്തും ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ഈ 18 മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതുവരെ എനിക്ക് വിശാലമായിട്ട് ആരിൽ നിന്നും ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 14 മണ്ഡലങ്ങളെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 18 മണ്ഡലങ്ങളെക്കുറിച്ച് ഇതുവരെ ആരും അതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തന്നിട്ടില്ല. എന്നാല് ചില ആത്മീയ ഗൂഢശാസ്ത്രം, അതായത് സങ്കല്പങ്ങളിലും തന്ത്രശാസ്ത്ര തത്വങ്ങളിലും ആത്മാവിന്റെ യാത്രയിലെ ആദ്യത്തെ മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നത് ജന്തുക്കളുടെ ഊർജ്ജമണ്ഡലം എന്നാണ്. അഥവാ മൃഗീയ ഭൗതിക ഊർജവുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിച്ചാലും ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന കാമം, വിശപ്പ്, ദാഹം, ഭയം തുടങ്ങിയ പ്രാഥമിക ജന്തുവാസനകളും, അതായത് ഇത് ഒരു ബേസാണിത്, ആനിമൽ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ബേസാണ്. പ്രാകൃത ഊർജവും ഈ ആദ്യഘട്ടത്തിൽ ആത്മാവിനെ വിട്ടുപിരിയുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു. ഈ ആദ്യ 4 മണ്ഡലങ്ങളിൽ ജന്തുക്കളുടെ ഊർജ്ജ ശരീരം, അതായത് ആനിമലിസ്റ്റിക് എനർജി ബോഡി,